ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ അഡ്വഞ്ചേഴ്സ് ഇൻ ബാനിയൻ ട്രീ എന്ന ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മലയാളം അർത്ഥത്തോടു കൂടെയുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ് നമ്മളിന്ന് ചർച്ചക്കെടുക്കുന്നത്, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസറാണ് നമ്മൾ ആദ്യം പറയുന്നത്. House and grounds were of grandfather's domain, but the magnificent old banyan tree was mine. Why did the boy say so? ഹൗസ് ആൻഡ് ഗ്രൗണ്ട്, വീടും അതേപോലെ തന്നെ അതിൻ്റെ പരിസര പ്രദേശങ്ങളും വർ ഓഫ് ഗ്രാൻഡ് ഫാദേഴ്സ് ഡൊമൈൻ, അത് മുത്തശ്ശൻ്റെ അധീനതയിലായിരുന്നു. ബട്ട് ദ മാഗ്നിഫിഷ്യൻ ഓൾഡ് ബനിയൻ ട്രീ വാസ് മൈൻ, പക്ഷെ അവിടെ ഉണ്ടായിരുന്ന പ്രൗഢഗംഭീരമായിട്ടുള്ള ആൽമരം എൻ്റേതായിരുന്നു. വൈ ഡിഡ് ദ ബോയ് സേ സോ? എന്തുകൊണ്ടാണ് ആ കുട്ടി അങ്ങനെ പറഞ്ഞത്? അതിൻ്റെ ആൻസർ, ദ മാഗ്നിഫിഷ്യൻ ഓൾഡ് ബനിയൻ ട്രീ വാസ് ദ ബോയ്സ്. ദ മാഗ്നിഫിഷ്യൻ ഓൾഡ് ബനിയൻ ട്രീ, ആ പ്രൗഢഗംഭീരമായിട്ടുള്ള ആൽമരം, വാസ് ദ ബോയ്സ്, അത് ആ കുട്ടിയുടേതായിരുന്നു. ബിക്കോസ്, അങ്ങനെ പറയാൻ കാരണം, ദ ഗ്രാൻഡ് ഫാദർ അറ്റ് ദ ഏജ് ഓഫ് 65, ഗ്രാൻഡ് ഫാദറിന് 65 വയസ്സായിരുന്നു. കുഡ് നോ ലോങ്ങർ ക്ലൈംബ് ഇറ്റ് എന്നാണ് നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുക. കുഡ് നോ ലോങ്ങർ ക്ലൈംബ് ഇറ്റ്, കുഡ് നോ ലോങ്ങർ, അദ്ദേഹത്തിന് ഈ ഒരു സമയത്ത് എന്ത് ചെയ്യാൻ കഴിയില്ല? ക്ലൈംബ് ചെയ്യാൻ കഴിയില്ല, അതിൽ കയറാൻ കഴിയില്ല. അതിന് നമുക്ക് ഇങ്ങനെയും പറയാം, ഹി കുഡിൻറ്റ് ക്ലൈംബ് ഇറ്റ് എന്നും നമുക്കതിൻ്റെ പകരം അവിടെ കൊടുക്കാൻ കഴിയും. രണ്ടാമത്തെ ചോദ്യം, ഹൗ ഡിഡ് ദ സ്ക്വറൽ ബിക്കം എ ഫ്രണ്ട് ഓഫ് ദ ബോയ്? ഹൗ, എങ്ങനെയാണ് ഡിഡ് ദ സ്ക്വറൽ, ആ അണ്ണാരക്കണ്ണൻ ആയിത്തീർന്നത്, സ്ക്വറൽ ബിക്കം ആയിത്തീർന്നത്. ഡിഡ് ദ സ്ക്വറൽ ബിക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിക്കെയും, എങ്ങനെയാണ് ആയിത്തീർന്നത്? എ ഫ്രണ്ട് ഓഫ് ദ ബോയ്, ആ കുട്ടിയുടെ ഒരു ഫ്രണ്ട് ആയിത്തീർന്നത് എങ്ങനെയാണ്? വെൻ ദ സ്ക്വറൽ ഫൗണ്ട് ഔട്ട്, സ്ക്വറലിനെ കണ്ടപ്പോൾ, when the squirrel found out that the boy did not harm himself with a catapult or air gun, he became a friend of the boy. When the squirrel found out, കണ്ടെത്തിയപ്പോൾ, അല്ലെങ്കിൽ when the squirrel realized, തിരിച്ചറിഞ്ഞപ്പോൾ, ഫൗണ്ട് ഔട്ടിൻ്റെ പകരം ഫൗണ്ട് ഔട്ടിൻ്റെ പകരം റിയലൈസ്ഡ് എന്ന് കൊടുക്കാം. that അത്, the boy did not harm, ആ ആൺകുട്ടി did not harm, ഉപദ്രവിക്കുന്നില്ല, ഹിംസെൽഫ്, അവനെ, വിത്ത് എ കാറ്റാപ്പൾട്ട്, ആരെ? ഈ അണ്ണാറക്കണ്ണനെ, വിത്ത് എ കാറ്റാപ്പൾട്ട്, ഒരു കവണ കൊണ്ടോ, ഓർ എയർ ഗൺ, ഒരു എയർ ഗൺ കൊണ്ടോ ഒരിക്കലും മറ്റുള്ളൊരു മനുഷ്യന്മാരെ പോലെ ഈ ആൺകുട്ടി എന്നെ ഉപദ്രവിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ, ഹി ബിക്കെയിം എ ഫ്രണ്ട് ഓഫ് ദ ബോയ്. ഹി ബിക്കെയിം, അണ്ണാറക്കണ്ണൻ ആയിത്തീർന്നു, എ ഫ്രണ്ട് ഓഫ് ദ ബോയ്, ആ കുട്ടിയുടെ ഒരു ഫ്രണ്ടായി തീർന്നു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് ദ ഫ്രണ്ട്സ് ഓഫ് ദ സ്ക്വറൽ തിങ്ക് അബൌട്ട് ഹിസ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് എ ഹ്യൂമൻ? വാട്ട് മൈറ്റ് ഹാവ് മെയ്ഡ് ദം തിങ്ക് സോ? വാട്ട് ഡിഡ് ദ ഫ്രണ്ട്സ് ഓഫ് ദ സ്ക്വറൽ, വാട്ട് എന്താണ്? ഡിഡ് ദ ഫ്രണ്ട്സ് ഓഫ് ദ സ്ക്വറൽ, ആ അണ്ണാറക്കണ്ണൻ്റെ കൂട്ടുകാർ, തിങ്ക് ചിന്തിച്ചിട്ടുണ്ടാവുക അബൌട്ട് ഹിസ് ഫ്രണ്ട്ഷിപ്പ്, ഈ അണ്ണാറക്കണ്ണൻ്റെ സൗഹൃദത്തെക്കുറിച്ച്, വിത്ത് എ ഹ്യൂമൻ, ഒരു മനുഷ്യരുമായിട്ട്. വാട്ട് മൈറ്റ് ഹാവ് മെയ്ഡ് ദം തിങ്ക് സോ? വാട്ട് മൈറ്റ് ഹാവ് മെയ്ഡ് ദം തിങ്ക് സോ, എന്തായിരിക്കാം അവരെ കൊണ്ട്, ഈ അണ്ണാറക്കണ്ണൻ്റെ കൂട്ടുകാരെ കൊണ്ട് അങ്ങനെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ച കാരണം എന്തായിരിക്കാം? ആൻസർ, ദ ഫ്രണ്ട്സ് ഓഫ് ദ സ്ക്വറൽ തോട്ട്, ദ ഫ്രണ്ട്സ്, കൂട്ടുകാർ, ഓഫ് ദ സ്ക്വറൽ, അണ്ണാറക്കണ്ണൻ്റെ കൂട്ടുകാർ, തോട്ട്, ചിന്തിച്ചു, ദാറ്റ്, അത്, ഹി വാസ് എ ഹെഡ് സ്ട്രോങ്, അവന് അഹങ്കാരമാണ്, ഹി വാസ് ഹെഡ് സ്ട്രോങ്, അവന് അഹങ്കാരമാണ്, ആൻഡ് ഫൂളിഷ്, അവൻ്റെ വിഡ്ഢിയാണ്. കാരണം എന്താ? ഫോർ, കാരണം, ട്രസ്റ്റിംഗ് എ ഹ്യൂമൻ, ഒരു മനുഷ്യനെ ട്രസ്റ്റ് ചെയ്തതിൻ്റെ പേരിൽ, ട്രസ്റ്റ്, വിശ്വസിച്ചതിൻ്റെ പേരിൽ. ദേ തോട്ട്, സോ, അവർ അങ്ങനെ ചിന്തിച്ചു, അവർ തോട്ട്, ചിന്തിച്ചു, തിങ്ക്, തോട്ട്, തിങ്കിൻ്റെ പാസ്റ്റാണ് തോട്ട്. സോ, അങ്ങനെ, സോ എന്നാൽ അങ്ങനെ, ബിക്കോസ്, കാരണം, ഹ്യൂമൻസ് വേർ, മനുഷ്യന്മാർ,
ഹ്യൂമൻസ് എന്ന മനുഷ്യന്മാർ ആയിരുന്നു ഓൾവേസ് എല്ലാ സമയം ഹാമിങ് ഉപദ്രവിക്കുന്നവരാണ്. ദർ ഹാബിറ്റേറ്റ് അവരുടെ പരിസരങ്ങളിലുള്ള സഹജീവികളെ. ആൻഡ് ഡിഡ് നോട്ട് അലൗ ടു ദം. ആൻഡ് ഡിഡ് നോട്ട് എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർ ഡിഡ് നോട്ട് സമ്മതിക്കുന്നില്ല അല്ലെങ്കിൽ സമ്മതിച്ചില്ല എന്ത് ഡിഡ് നോട്ട് അലൗ ടു ദം അവരെ ഈ സഹജീവികളെ ലിവ് ജീവിക്കാൻ പീസ്ഫുള്ളി സമാധാനത്തോടെ. നാലാമത്തെ ചോദ്യം, ഹൗ വാസ് ദ ബാനിയൻ ട്രീ ദ നോയ്സസ്റ്റ് പ്ലേസ് ഡ്യൂറിങ് ദ ഫിക്സ് സീസൺ? ഹൗ വാസ് എങ്ങനെയായിരുന്നു ദ ബാനിയൻ ട്രീ ആ ആൽമരം ദ നോയ്സിയസ്റ്റ് ഏറ്റവും ശബ്ദകോലാഹലമുള്ള ഒരു സ്ഥലമായി മാറിയത് ഡ്യൂറിങ് ദ ഫിഗ് സീസൺ പഴം കായ്ക്കുന്ന ഫിഗ് സീസണിൽ എന്തുകൊണ്ടാണ് ആ ആൽമരം അങ്ങനെ ആയി നല്ല ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാകുന്ന ഒരു സ്ഥലമായി മാറിയത്? അഡ്വഞ്ചേഴ്സ് അതിൻ്റെ ആൻസറാണ് ഇൻ ദ സ്പ്രിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വസന്തകാലത്ത്. വെൻ ദ ബാനിയൻ ട്രീ വാസ് ആയിരുന്നു ഫുൾ ഓഫ് സ്മോൾ റെഡ് ഫിഗ്സ്. അതിൽ കംപ്ലീറ്റ് ചെറിയ നല്ല ചുവന്ന നിറത്തിലുള്ള നല്ല പഴങ്ങൾ അവിടെ ഉണ്ടാകും. ബേർഡ്സ് ഓഫ് ഓൾ കൈൻഡ്സ് അപ്പം എന്ത് ചെയ്യും? ബേർഡ്സ് ഓഫ് ഓൾ കൈൻഡ്സ് എല്ലാ തരത്തിലുമുള്ള, കൈൻഡ്സ് എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുമുള്ള, ഓൾ കൈൻഡ്സ് എല്ലാ തരത്തിലുമുള്ള ബേർഡ്സ് പക്ഷികൾ എന്ത് ചെയ്യും? വുഡ് ഫ്ലോക്ക് ടു ഇറ്റ്സ് ബ്രാഞ്ചസ്. വുഡ് ഫ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഫ്ലോക്ക് എന്ന് പറഞ്ഞാൽ പക്ഷിക്കൂട്ടം, ഗ്രൂപ്പുകൾ, എല്ലാ തരത്തിലുമുള്ള പക്ഷിക്കൂട്ടങ്ങളും ടു ഇറ്റ്സ് ബ്രാഞ്ചസ് എന്ത് ചെയ്യും? അതിൻ്റെ ബ്രാഞ്ചുകളിൽ എല്ലാ തരത്തിലുമുള്ള പക്ഷിയുടെ കൂട്ടങ്ങളെയും കാണാൻ കഴിയും. അതിന് ബേർഡ്സ് ഓഫ് ഓൾ കൈൻഡ്സ് വുഡ് ഫ്ലോക്ക് എന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഓൾ കൈൻഡ്സ് ഓഫ് ബേർഡ്സ് ആർ കമ്മിങ് ടു ഇറ്റ്സ് ബ്രാഞ്ചസ് എന്നാക്കി തീർക്കാം. അതിലേതൊക്കെ പക്ഷികൾ എന്നാണ് പറയുന്നത്? ദ റെഡ് ബോട്ടംഡ് ബുൾബുൾ, നല്ല വയറിൻ്റെ ഭാഗത്ത് ചുവന്ന, അടിവയറിൽ നല്ല ചുവന്ന നിറമുള്ള റെഡ് ബോട്ടംഡ് എന്നാൽ അടിത്തട്ടിൽ അതിൻ്റെ അടിഭാഗത്ത് നല്ല ചുവന്ന നിറമുള്ള ബുൾബുൾ പക്ഷിയുണ്ട്. ചീഫുൾ ആൻഡ് ഗ്രീഡി, അത് ഭയങ്കര ഗ്രീഡി, ഇതാണ്, നല്ല ഉത്സാഹിയാണ്, എനർജറ്റിക് ആണ് എന്നൊക്കെയാണ് അവിടെ കാണിക്കുന്നത്. ചീഫുൾ ആൻഡ് ഗ്രീഡി. അതേപോലെ തന്നെ ഈ ഭയങ്കര ആർത്തിക്കാരനാണ് ഗ്രീഡി. ഗോസിപ്പിംഗ് റോസി പാസ്റ്റേഴ്സ് ആൻഡ് പാരറ്റ്. ഗോസിപ്പിംഗ് റോസി പാസ്റ്റേഴ്സ് അത് ഒരു പക്ഷികളെ സൂചിപ്പിക്കുന്ന പദങ്ങളാണ്. ഗോസിപ്പിംഗ് റോസി പാസ്റ്റേഴ്സ് ആൻഡ് പാരറ്റ് ആൻഡ് ക്രോസ്. ഇങ്ങനെ ഗോസിപ്പിംഗ് എന്ന് പറഞ്ഞാൽ ചിലച്ചുകൊണ്ടിരിക്കുന്ന റോസി പാസ്റ്റേഴ്സ് ആ ടൈപ്പ് പക്ഷികൾ. ആൻഡ് പാരറ്റ് തത്ത, ആൻഡ് ക്രോസ് കാക്ക. ഇവർക്ക് എന്ത് ചെയ്യും? സ്കോബ്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തല്ലുകൂടും. ആർഗ്യൂ ആസ് ഓറൽ. വെർബൽ ഫൈറ്റ് അല്ലെങ്കിൽ സ്കോബ്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തല്ലുകൂടും. വിത്ത് ഈച്ച് അതർ, പരസ്പരം, ഓൾ ദ ടൈം, എല്ലാ സമയത്തും. അപ്പോൾ ഈ കാരണങ്ങളാണ് ദിസ് മെയ്ഡ്, ഇതാണ് ആക്കി തീർത്തത്, ഉണ്ടാക്കിയത് ദ ബാനിയൻ ട്രീ, ഈ ബാനിയൻ ട്രീയെ, ഈ ആൽമരത്തെ, ദ നോയ്സിയസ്റ്റ് പ്ലേസ് ഓൺ ദ റോഡ്. ഈ കാരണങ്ങൾ കൊണ്ടാണ് ആ റോഡിലെ തന്നെ ഏറ്റവും ശബ്ദകോലാഹലമുള്ള സ്ഥലമായി ആൽമരം ആയിത്തീരാനും കാരണമായത്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് ദ ബോയ് മേക്ക് ദ സ്പ്രിംഗ് സീസൺ എക്സൈറ്റിംഗ് ഫോർ ഹിംസെൽഫ്? എങ്ങനെയാണ് ദ ബോയ്, ആ ആൺകുട്ടിക്കായിത്തീർന്നത് ദ സ്പ്രിംഗ് സീസൺ, ആ ഒരു സ്പ്രിംഗ് സീസൺ, ആ വേനൽക്കാലം അല്ലെങ്കിൽ ആ സ്പ്രിംഗ് സീസൺ എക്സൈറ്റിംഗ് ഫോർ ഹിംസെൽഫ്, അവനക്ക് തന്നെ ആ ഒരു ആകുലതയുള്ളതായി തീരാൻ, ഒരു അല്പം എക്സൈറ്റഡ് ആയിത്തീരുന്ന ഒരു സീസൺ ആകാൻ എന്താണ് കാരണം? ദ ബോയ് ബിൽറ്റ് എ സ്മോൾ പ്ലാറ്റ്ഫോം. അതിന് കാരണങ്ങൾ പറയുന്നു. ദ ബോയ്, ആ ആൺകുട്ടി, ഉണ്ടാക്കി എ സ്മോൾ പ്ലാറ്റ്ഫോം, ഒരു ചെറിയ തട്ട്, ഹാഫ് വേ അപ്പ്, അതായത് ഹാഫ് വേ, പകുതി ഉയരത്തിൽ, ദ ബനിയൻ ട്രീയുടെ പകുതി ഉയരത്തിൽ, ഓൺ വിച്ച് എന്നാൽ അതിന്മേൽ, ഹി വുഡ് സ്പെൻഡ്, അവൻ്റെ സമയം ചിലവഴിക്കുമായിരുന്നു, ദ ആഫ്റ്റർനൂൺസ്, ഉച്ചവേളകളിൽ, അപ്പോൾ ഏതാ സമയം, ഇറ്റ് വാസ് ഇൻ ടു ഹോട്ട്, നല്ല ചൂടില്ലാതിരിക്കുമ്പോൾ, അപ്പോൾ ഇറ്റ് വാസ് ഇൻ
ടു ഹോട്ട്, നല്ല ചൂടില്ലാതിരിക്കുമ്പോൾ ഹീ വുഡ്, അപ്പം ഹീ അവിടെ ഇരുന്നിട്ട് അവൻ എന്താ ചെയ്യുന്നത്? ഹീ വുഡ് റീഡ് ദർ, അവിടെ ഇരുന്ന് വായിക്കും. പ്രോപ്പിംഗ് ഹിംസെൽഫ്, പ്രോപ്പിംഗ് പ്രോപ്പിംഗ് ഹിംസെൽഫ്, അതുപോലെ തന്നെ പ്രോപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാരി വെച്ചുകൊണ്ട് ഹിംസെൽഫ്, അവൻ സ്വയം, ഹിംസെൽഫ് അപ്പ് എഗെയിൻസ്റ്റ് ദ ബോൾ ഓഫ് ദ ട്രീ, മരത്തിൻ്റെ തടിയിലേക്ക് ഇങ്ങനെ ചാരി ഇരുന്നു കൊണ്ട്. എങ്ങനെ ചാരി ഇരിക്കുന്നത്? വിത്ത് കുഷ്യൻസ്, ഈ കുഷ്യൻസ് മരത്തിൻ്റെ ആ ഒരു തടിയിൽ ഇങ്ങനെ ചാരി വെച്ച് ഇട്ടാണ് എന്ത് ചെയ്യുന്നത്? അവനവൻ്റെ സമയം ചെലവഴിക്കാറുള്ളത്. വിത്ത് ക്വസ്റ്റ്യൻസ് ടേക്കൺ ഫ്രം ദ ഡ്രോയിങ് റൂം, ആ ക്വസ്റ്റ്യൻസ് എവിടെ നിന്ന് എടുത്തതാണ്? ടേക്കൺ ഫ്രം ദ ഡ്രോയിങ് റൂം, ഡ്രോയിങ് റൂമിൽ നിന്ന് എടുത്തതാണ്. ഡ്രോയിങ് റൂമിൽ നിന്ന് എടുത്ത ക്വസ്റ്റ്യൻസ് മരത്തോട് ചാരിയിട്ടുകൊണ്ട് അത് അവിടെ ഇരുന്ന് പുസ്തകങ്ങൾ വായിച്ചുകൊണ്ടാണ് അവനവൻ്റെ സമയം ചെലവഴിച്ചിരുന്നത്. ആറാമത്തെ ചോദ്യം, വാട്ട് വാസ് ദ ഇൻസിഡൻറ്റ് ദാറ്റ് ട്രിഗേർഡ് എ ലോങ് ലാസ്റ്റിംഗ് എക്സൈറ്റ്മെൻറ്റ് ഫോർ ദ ബോയ് ഇൻ സമ്മർ? വാട്ട് വാസ് ദ ഇൻസിഡൻറ്റ്? വാട്ട് വാസ് ദ ഇൻസിഡൻറ്റ്, എന്ത് സംഭവമായിരുന്നു? ദാറ്റ് ട്രിഗേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ പിടിച്ച് ഉലച്ചുകൊണ്ടിരുന്നത്, അതല്ലെങ്കിൽ വാട്ട് വാസ് ദ ഇൻസിഡൻറ്റ് ദാറ്റ് ട്രിഗേർഡ്, കാര്യക്ഷമമാക്കിയത്. എ ലോങ് ലാസ്റ്റിംഗ് എക്സൈറ്റ്മെൻറ്റ് ഫോർ ദ ബോയ് ഇൻ സമ്മർ, ആ സമ്മറിൽ, ആ വേനൽക്കാലത്ത് ആ കുട്ടിക്കുണ്ടായിട്ടുള്ള ആ ഒരു സംഭവം എന്തായിരുന്നു? ഒരുപാട് നാളത്തേക്ക് അതൊരു എക്സൈറ്റഡ് ആയി അവന് ഫീൽ ചെയ്ത ആ സംഭവം എന്തായിരുന്നു? ഒരുപാട് നാളത്തേക്ക് അവനക്കൊരു ആകുലതകളൊക്കെ തോന്നിയ, അല്ലെങ്കിൽ ഒരുപാട് അതിന് എക്സൈറ്റഡ് ആയിട്ട് അവന് ഫീൽ ചെയ്ത ആ സംഭവം ഏതായിരുന്നു? അതൊന്നുമല്ല, ഇതിൽ പ്രധാന കണ്ടന്റ് ആയിട്ടുള്ള ദ ഡെഡ്ലി ഫൈറ്റ് ബിറ്റ്വീൻ ദ കോബ്ര ആൻഡ് ദ മംഗൂസ്. ദ ഡെഡ്ലി ഫൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാരകമായിട്ടുള്ള, ഡെഡ്ലി ഫൈറ്റ് എന്ന് പറഞ്ഞാൽ ഡെഡ്ലി ഫൈറ്റ്, അങ്ങേറ്റത്തെ ഫൈറ്റ് ബിറ്റ്വീൻ ദ കോബ്ര ആൻഡ് ദ മംഗൂസ്. കോബ്രയും കീരിയും, അതേപോലെ കോബ്രയും സ്നൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൂർഖനും, ആൻഡ് ദ മംഗൂസ് കീരിയും തമ്മിലുള്ള മരണത്തോട് മുഖാമുഖം കാണുന്ന തരത്തിലുള്ള ഫൈറ്റ്. ആ ഫൈറ്റായിരുന്നു അവനെ കൂടുതൽ കാലം എക്സൈറ്റഡ് ആക്കിയിട്ടുള്ള സംഭവം. ഹൗ ഡിഡ് ദ കോബ്ര റിഗാർഡ് ഹിസ് ഒപ്പോണൻറ്റ്? വർ ദേ ട്രൂ വാരിയേഴ്സ്? ഹൗ ഡിഡ്, എങ്ങനെയാണ് ദ കോബ്ര റിഗാർഡ്, കോബ്ര പരിഗണിച്ചത്, ഹിസ് ഒപ്പോണൻറ്റ്, അവൻ്റെ എതിരാളിയെ. വർ ദേ ട്രൂ വാരിയേഴ്സ്? അവർ കിടയൊത്ത പോരാളികളായിരുന്നു, അവർ യഥാർത്ഥ പോരാളികളായിരുന്നു. സെവൻത്ത് ക്വസ്റ്റ്യൻ്റെ ആൻസർ, ദ കോബ്ര റിഗാർഡഡ്, കോബ്ര പരിഗണിച്ചു, ഹിസ് ഒപ്പോണൻറ്റ്, അവൻ്റെ എതിരാളിയെ, ആസ് എ വെരി ഗുഡ് ഫൈറ്റർ, ഒരു നല്ല ഫൈറ്ററായിട്ട് തന്നെ, നല്ല പോരാളിയായിട്ട് തന്നെയാണ് പരിഗണിച്ചത്. ക്ലവർ, സൂത്രശാലിയാണ്, ആൻഡ് അഗ്രസീവ്, വളരെ അക്രമോത്സുകമായിട്ടുള്ള, അക്രമാസക്തനാണ്. യെസ്, രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസറാണ്. വർ ദ ട്രൂ വാരിയേഴ്സ് എന്ന ചോദ്യത്തിൻ്റെ ആൻസറാണ് യെസ്, ദ വർ ട്രൂ വാരിയേഴ്സ്, അവർ കിടയൊത്ത യഥാർത്ഥ പോരാളികളാണ്. ഒൻപതാമത്തെ ചോദ്യം, ഹൗ ഡിഡ് ദ മംഗൂസ് മാനേജ് ടു എസ്കേപ്പ് ഫ്രം ദ സ്നാക്സ് ബൈറ്റ്? ഹൗ ഡിഡ്, എങ്ങനെയാണ് ദ മംഗൂസ് മാനേജ് ചെയ്ത്, എങ്ങനെയാണ് കഴിഞ്ഞത്, എങ്ങനെയാണ് കീരിക്ക് കഴിഞ്ഞത്? ടു എസ്കേപ്പ്, രക്ഷപ്പെടാൻ, ഫ്രം ദ സ്നാക്സ് ബൈറ്റ്, പാമ്പിൻ്റെ കടിയിൽ നിന്ന്. സ്നാക്സ് ബൈറ്റ്, പാമ്പിൻ്റെ കടിയിൽ നിന്ന്. ആൻസർ, when the mongoose bushed his tail. when the mongoose എന്ന് പറഞ്ഞാൽ കീരി, bushed his tail, അവൻ്റെ വാലിങ്ങനെ ബുഷ്ഡ്, അതിങ്ങനെ ഇങ്ങനെ കുറ്റി പോലെ ഇങ്ങനെ നിർത്തി. ലോങ് ഹെയർ, ആ വാലിലുണ്ടായിരുന്ന ആ ലോങ് ഹെയർ എന്ത് ചെയ്തു? ലോങ് ഹെയർ ഓൺ ദ സ്പൈൻ സ്റ്റുഡ് അപ്പ്. when the mongoose bushed his tail, മംഗൂസ് അതിൻ്റെ ആ ഒരു വാല്, bushed his tail, അത് ഇങ്ങനെ ലോങ് ഹെയർ ഓൺ ദ സ്പൈൻ സ്റ്റുഡ് അപ്പ്.
ആ വാലിലുണ്ടായിരുന്ന രോമങ്ങൾ ഇങ്ങനെ എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ട് എന്ത് ചെയ്തു, ദ തിക്നെസ് ഓഫ് ഹിസ് ഹെയർ, അപ്പം അതിൻ്റെ ആ തിക്നെസ്, ഹെയറിൻ്റെ ആ രോമത്തിൻ്റെ തിക്നെസ് എന്ത് ചെയ്തു, സേവ്ഡ് ഹിം ഫ്രം ദ സ്നാക്സ് ബൈറ്റ്. അതാണ് ഈ കോബ്രയുടെ, പാമ്പിൻ്റെ കടി ഏൽക്കാതെ മംഗൂസിനെ പലപ്പോഴും രക്ഷപ്പെടുത്തിയത്. ദ കോബ്ര വാസ് ഗുഡ് ഫൈറ്റർ. 9th question. The cobra was a good fighter. കോബ്ര നല്ല ഒരു സ്നൈക്ക് എന്ന് പറഞ്ഞാൽ ഈ മൂർഖൻ നല്ല ഒരു പോരാളിയായിരുന്നു. പിക്ക് ഔട്ട് വൺ ഓഫ് ഹിസ് ഫൈറ്റിംഗ് ടെക്നിക്സ്. അങ്ങനെയാണെങ്കിൽ അവൻ്റെ ഫൈറ്റിംഗ് ടെക്നിക്, ഏതെങ്കിലും ഒരു ഫൈറ്റിംഗ് ടെക്നിക്സിന് ഒന്ന് പിക്ക് ചെയ്ത് എഴുതാൻ, ഒന്ന് എടുത്തെഴുതാൻ. ആൻസർ: ദ കോബ്ര സ്റ്റുഡ് ഓൺ ദ ഡിഫെൻസീവ്. കോബ്ര എപ്പോഴും ആ ഫൈറ്റിൽ സ്വീകരിച്ചത് കോബ്ര സ്റ്റുഡ് ഓൺ ദ ഡിഫെൻസീവ്, ഒരു പ്രതിരോധ മോഡ്, ഒരു പ്രതിരോധ ത്തിൽ നിന്ന ഒരു സമയം നമ്മൾ പാഠത്തിൽ പഠിച്ചിരുന്നു. സ്വായിങ് സ്ലോവ്ലി. സ്വായിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ആട്ടിക്കൊണ്ട്, സ്ലോവ്ലി, മെല്ലെ, ഫ്രം സൈഡ് ടു സൈഡ്, ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് അതിൻ്റെ ആ പത്തി ഭാഗം ഇങ്ങനെ ആട്ടിക്കൊണ്ടാണ് കോബ്ര എന്ത് ചെയ്തത്, കീരിയെ നേരിടാൻ ശ്രമിച്ചത്. ട്രൈങ് ടു മെസ്മറൈസ്. ട്രൈങ് ശ്രമിച്ചുകൊണ്ട്, ടു മെസ്മറൈസ് മയക്കാൻ. ദ മംഗൂസിനെ ഇൻ ടു മേക്കിംഗ് എ ഫോൾസ് മൂവ്. ഒരു തെറ്റായ ഫോൾസ് മൂവ്, ഒരു തെറ്റായ നീക്കം മംഗൂസ് നടത്തുന്നതിന് വേണ്ടി ഇങ്ങനെ അങ്ങനെ ആടി ഇതിനെങ്ങനെ മയക്കിക്കൊണ്ടിരുന്നു, കീരിയെ എങ്ങനെ മയക്കിക്കൊണ്ടിരുന്നു, തെറ്റായ ഒരു ഫൈറ്റിലേക്ക് നയിച്ചുകൊണ്ടിരുന്നു. 10th question. The mongoose proved that he was clever. Can you cite any instance of the cleverness? The mongoose, ഈ മംഗൂസ് എന്ത് ചെയ്തു, കീരി, proved, തെളിയിച്ചു, that അത് he was clever, അവനൊരു ക്ലവർ ആയിരുന്നു എന്ന്. ക്യാൻ യു സൈറ്റ്, നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ കഴിയോ എനി ഇൻസ്റ്റൻസ്, എന്തെങ്കിലും ഒരു സംഭവം ഓഫ് ദ ക്ലവർനെസ്, ഈ കീരിയുടെ ക്ലവർനെസ്സിനെ കുറിച്ച്, കീരിയുടെ ഈ ഒരു സൂത്രത്തെക്കുറിച്ച് ഏതെങ്കിലും ഒരു ഉദാഹരണം പറയാൻ കഴിയോ? വെൻ ദ കോബ്ര ട്രൈഡ്, കോബ്ര ശ്രമിച്ചപ്പോൾ, ടു മെസ്മറൈസ്, മയക്കാൻ, തെറ്റിക്കാൻ, ദ മംഗൂസിനെ, ഇൻ ടു മേക്കിംഗ് എ ഫോൾസ് മൂവ്, ഇൻ ടു മേക്കിംഗ് നടത്തുന്നതിലേക്ക്, എ ഫോൾസ് മൂവ്, ഒരു തെറ്റായ ചലനം നടത്തുന്നതിന് വേണ്ടി കോബ്ര കീരിയുടെ മേലെ ശ്രമം നടത്തിയപ്പോൾ, ദ മംഗൂസ്, അപ്പം എന്ത് ചെയ്തു, കീരി, നോയിങ്, അറിഞ്ഞു, ദ പവർ ഓഫ് ഹിസ് ഒപ്പോണൻസ് ഗ്ലാസി, നോയിങ്, അറിഞ്ഞുകൊണ്ട്, ദ പവർ, ശക്തി, ഓഫ് ഹിസ് ഒപ്പോണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എതിരാളിയുടെ, ഗ്ലാസി, ആ തിളങ്ങുന്ന, അതുപോലെ തന്നെ അൺവിങ്കിങ് ഐസ്, ഇമവെട്ടാത്ത, അങ്ങനെ ചിമ്മാത്ത ആ കണ്ണിൻ്റെ പവർ തിരിച്ചറിയുകയും അതിൻ്റെ ശക്തി തിരിച്ചറിയുകയും അതിൽ അപ്പം എന്ത് ചെയ്തു, അത് തിരിച്ചറിഞ്ഞുകൊണ്ട് റെഫ്യൂസ്ഡ്, നിരസിച്ചു, ടു മീറ്റ് ദം, അതിനെ മീറ്റ് ചെയ്യാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോബ്രയുടെ ആ തിളങ്ങുന്ന, ഇമവെട്ടാത്ത, രൂക്ഷമായിട്ടുള്ള ഭാവമുള്ള ആ കണ്ണിലേക്ക് നോക്കാതെ മംഗൂസ് എന്ത് ചെയ്തു, നമുക്ക് പാഠത്തിൽ പഠിച്ചതാണ്, അതിന് താഴെ നോട്ടമുറപ്പിച്ചു എന്നുള്ളത്. അങ്ങനെയാണ്, അതുകൊണ്ടാണ് മംഗൂസ് എന്താണ്, നല്ല ഒരു സൂത്രശാലിയായ ഫൈറ്ററാണ് എന്ന് പറയാൻ കാരണം ശത്രുവിൻ്റെ സ്ട്രെങ്തിലേക്ക് നോക്കിയില്ല, വീക്ക്നെസ്സിലേക്ക് നോക്കി. വാട്ട് വർ ദ റിയാക്ഷൻസ് ഓഫ് ദ സ്പെക്ടാറ്റേഴ്സ് വെൻ ദ കോബ്ര സ്ട്രക്ക്? വാട്ട് വർ, എന്തായിരുന്നു, ദ റിയാക്ഷൻസ്, പ്രതികരണങ്ങൾ, ഓഫ് ദ സ്പെക്ടാറ്റേഴ്സ്, അവിടെ ഉണ്ടായിരുന്ന കാണികളുടെ, വെൻ ദ കോബ്ര സ്ട്രക്ക്, കോബ്ര സ്ട്രക്ക്, അടിച്ചപ്പോൾ. ആരൊക്കെയായിരുന്നു സ്പെക്ടാറ്റേഴ്സ് നമുക്കറിയാം, ഒരു കാക്കയും ഒരു മൈനയുമായിരുന്നു. ദ മൊമെന്റ് കോബ്ര സ്ട്രക്ക്, ആ നിമിഷം, ദ കോബ്ര സ്ട്രക്ക്, കോബ്ര ഇങ്ങനെ അടിച്ച നിമിഷം, ദ ക്രോ ഇങ്ങനെ വീശി അടിച്ച സമയം, ദ ക്രോ ആൻഡ് ദ മൈന, കാക്കയും മൈനയും, ഹേൾഡ് ദംസെൽസ് അറ്റ് ഹിം, ഇവർ രണ്ടുപേരും എന്ത് ചെയ്തു, ഹേൾഡ് ദംസെൽസ്, ഹേൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രിയു, സ്വയം എടുത്തെറിഞ്ഞു എന്നുള്ള അർത്ഥമാണ്, അല്ലെങ്കിൽ സ്വയം തന്നെ അവർ കുതിച്ചു, ദംസെൽസ്, അവർ സ്വയം, അറ്റ് ഹിം, ഈ കോബ്രയുടെ അടുത്തേക്ക്. ഓൺലി ടു കൊളൈഡ്, അപ്പം എന്താ സംഭവിച്ചു, ഓൺലി, അതുമാത്രമാണ് സംഭവിച്ചത്, ടു കൊളൈഡ്, കൂട്ടിമുട്ടുകയാണ് സംഭവിച്ചത്, ഹെവിലി, വളരെ ഭയങ്കരമായിട്ട് അവർ കൂട്ടിമുട്ടി,
ഇൻ മിഡ് എയർ, വായുവിൽ. എന്നിട്ടോ ശ്രീക്ഡ്, അപ്പോൾ ആ സമയത്ത് അവരെന്ത് ചെയ്തു? ശ്രീക്ഡ്, കൂട്ടിമുട്ടിയ വേദനയിൽ ശ്രീക്ഡ്, അവർ നിലവിളിച്ചു. ശ്രീക്ഡ് കരഞ്ഞു. ക്രൈ, സ്ക്രീം എന്നൊക്കെ പ്രയോഗിക്കാം അതിന് പകരം. ശ്രീക്ഡ് അറ്റ് ഈച്ച് അതർ, അവർ കൂട്ടിമുട്ടിയത് കൊണ്ട്, കാരണം അവർക്ക് വേദനിച്ചു, അതൊന്ന് കരഞ്ഞു. ദ റിട്ടേൺഡ്, അവർ മടങ്ങി. ടു ദ കാക്ടസ് പ്ലാന്റ്, അവിടെ ഉണ്ടായിരുന്ന കള്ളിമുൾ ചെടിയിലേക്ക് തിരിച്ചു മടങ്ങി, അവിടെ തന്നെ പോയിരുന്നു. 12th question. How did the crow push itself into trouble? How, എങ്ങനെയാണ്? Did the crow, കാക്ക, push itself into trouble, അവൻ കാക്ക എങ്ങനെയാണ് സ്വന്തമായിട്ട് തന്നെ ഒരു ട്രബിളിൽ പോയി വീണത്? ആൻസർ, when the crow and മൈന, കാക്കയും മൈനയും ഡൈവ് ചെയ്തപ്പോൾ, എന്ന് പറഞ്ഞാൽ അപ്പോൾ, അറ്റ് ദ കോബ്ര, ഈ പാമ്പിൻ്റെ അടുത്തേക്ക് അല്ലെങ്കിൽ പാമ്പിലേക്ക്, ദ മിസ്ഡ് ഈച്ച് അതർ, രണ്ടുപേർക്കും അവരുടെ ലക്ഷ്യസ്ഥാനം മിസ്സായി. കോബ്രയുടെ വിചാരിച്ച സ്ഥലത്തേക്ക് അവർക്ക് എത്താൻ കഴിഞ്ഞില്ല. ആസ് വെൽ ആസ്, അതേപോലെ ദേർസ് മാർക്ക്, അവർ രണ്ടുപേരും വിചാരിച്ചിരുന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. ദ മൈന ഫ്ലൂ ഓൺ, ഈ മൈന അവിടുന്ന് പറന്ന് പോയി. ആൻഡ് റീച്ച് റിറ്റ്സ്, അത് അതിൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരുന്നു. ബട്ട് ദ ക്രോ, പക്ഷെ കാക്ക, ട്രൈഡ് ടു പുൾ അപ്പ് ഇൻ ദ മിഡ് എയർ, കാക്ക എന്ത് ചെയ്തു? ട്രൈഡ്, ശ്രമിച്ചു. ടു പുൾ അപ്പ്, ഒന്ന് തിരിയാൻ. ഇൻ ദ മിഡ് എയർ, ആ വായുവിൽ. ആൻഡ് ടേൺ ബാക്ക്, അപ്പോൾ തിരിഞ്ഞു നോക്കി. ഇൻ ദ സെക്കൻഡ്, രണ്ടാമത്തെ കാര്യം, ദാറ്റ് ഇറ്റ് ടുക്ക് ഹിം ടു ഡു ദിസ്. ഇൻ ദ സെക്കൻഡ് ദാറ്റ് ഇറ്റ് took him to do this, the cobra whipped his head back and struck with great force, his snout thudding against the crow's body. ആ രണ്ടാമത്തെ മൂമെന്റിൽ, that it took him to do this, the cobra whipped his head back. In the second, ആ ഒരു സെക്കൻഡിൽ, ആ ഒറ്റ നിമിഷം, ആ ഒറ്റ സെക്കൻഡിൽ, that it took him to do this, അവനത് ചെയ്യാൻ വേണ്ടി ഒന്നിങ്ങനെ അല്പനേരം വായുവിൽ നിന്ന ആ സമയം, ദ കോബ്ര വിപ്റ്റ്, അപ്പോൾ ആ സമയം തന്നെ എന്ത് ചെയ്തു? കോബ്ര വിപ്റ്റ് ഹിസ് ഹെഡ് ബാക്ക്, കോബ്ര ബാക്കോട്ട് അതിൻ്റെ തല വലിക്കുകയും ആൻഡ് സ്ട്രക്ക്, അടിക്കുകയും ചെയ്തു വിത്ത് ഗ്രേറ്റ് ഫോഴ്സ്, വളരെ ശക്തിയായി. ഹിസ് സ്നൗട്ട് തഡിങ്, ആ വലിയ അതിൻ്റെ തുമ്പിക്കൈ പോലുള്ള ഭാഗം, ഹിസ് ഹെഡ് ബാക്ക് ആൻഡ് സ്ട്രക്ക് വിത്ത് ഗ്രേറ്റ് ഫോഴ്സ്, അത് ശക്തമായി കാക്കയുടെ മേത്തു കുടുങ്ങി. ഹിസ് നൗട്ട് തഡിങ് എഗൻസ്റ്റ് ദ ക്രോസ് ബോഡി, ആ വലിയ ശക്തമായ ഭാഗം കാക്കയുടെ ശരീരത്തിൽ പതിക്കുകയാണ് ചെയ്തത്. അങ്ങനെ കാക്ക കുറച്ചപ്പുറം പോയി വീഴുകയും കാക്കയുടെ ചലനം നിലക്കുകയും ചെയ്യുന്നതൊക്കെ നമ്മൾ സ്റ്റോറിയിൽ വായിച്ചതാണ്. വൈ ഈസ് ദ മൈന സെഡ് ടു ബി വൈസ്? വൈ ഈസ് ദ മൈന സെഡ് ടു ബി വൈസ്? എന്തുകൊണ്ടാണ് മൈന വളരെ സൂത്രശാലിയാണ് എന്ന് പറയാൻ കാരണം എന്താണ്? ദ മൈന റിമൈൻഡ്, മൈന എന്ത് ചെയ്തു? അവിടെ തന്നെ ഓൺ ദ കാക്ടസ് പ്ലാന്റ്, ആ കാക്ടസ് പ്ലാന്റിൽ അവിടെ തന്നെ നിന്നു. വെരി വൈസ്ലി, വളരെ ക്ലവറായിട്ട്, വളരെ സൂത്രശാലിയായി. ആൻഡ് റിഫ്രൈൻഡ് ഫ്രം ഇൻ്റർഫറിങ് അഗെയിൻ, ആൻഡ് റിഫ്രൈൻഡ്, വിട്ടുനിന്നു, ഫ്രം ഇൻ്റർഫറിങ് അഗെയിൻ, വീണ്ടും ഒന്നാമത്തെ ഈ സംഭവത്തോടു കൂടിയിട്ട് ഇതിൻ്റെ അബദ്ധം മൈനക്ക് മനസ്സിലാവുകയും റിഫ്രൈൻഡ് വിട്ടു നിൽക്കുക, ഫ്രം ഇൻ്റർഫറിങ് അഗെയിൻ, രണ്ടാമത് വീണ്ടും ഇതേപോലെ ഒരു ട്രാപ്പിൽ പോയി വീഴാതെ വിട്ടു നിൽക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് പറയുന്നത് മൈന വളരെ വൈസാണ് എന്ന്. 14th, 14th ചോദ്യം. ഹൂ ഓൺ ദ ബാറ്റിൽ, ആരാണ് ആ യുദ്ധം നേടിയത്? വാട്ട് മെയ്ഡ് ദ മൈന പീഡ് ഇൻ ടു ദ ബുഷസ്? വാട്ട് മെയ്ഡ് ദ മൈന, എന്താണ് മൈനയെ പീർ ഇൻ ടു ദ ബുഷസ്, ആ ബുഷ്, വാട്ട് മെയ്ഡ് ദ മൈന peer into the bushes, അല്ലേ? മൈനയെ ഫോർട്ടീൻത് ക്വസ്റ്റ്യൻ. ഹൂ ഓൺ ദ ബാറ്റിൽ, ആരാണ് യുദ്ധം നേടിയത്? വാട്ട് മെയ്ഡ് ദ മൈന പിയർ ഇൻ ടു ദ ബുഷസ്, എന്താണ് മൈനയെ അവിടെ ബുഷ് തന്നെ നയിക്കപ്പെട്ട ഘടകം എന്താണ്? ദ മംഗൂസ് ഓൺ ദ ബാറ്റിൽ, കീരിയാണ് ആ മരണ പോരാട്ടം നേടിയത്. ദ മൈന പീഡ് ഇൻ ടു ദ ബുഷസ്, മൈന ആ ബുഷ് ചെടിയിലേക്ക് കുതിക്കാനുണ്ടായ കാരണം, ടു എ സേഫ് ഡിസ്റ്റൻസ്,
ഒരു നിശ്ചിത അകലത്തിൽ പോയിരിക്കാനുണ്ടായ കാരണം ഇറ്റ് ഡിഡിൻ വാണ്ട് ടു ഗെറ്റ് ഇതിനാവശ്യമുണ്ടായിരുന്നില്ല ടു ഗെറ്റ് ഇൻ ടു ട്രബിൾ അഗെയിൻ. ഇനി വീണ്ടും ഒരു അബദ്ധത്തിൽ ചെന്ന് ചാടാൻ മൈന താല്പര്യപ്പെടാത്തതുകൊണ്ട്. 15th ക്വസ്റ്റ്യൻ. വാട്ട് പ്രിവെന്റഡ് ഗ്രാൻഡ് ഫാദർ ഫ്രം ടേമിംഗ് ദ മംഗൂസ്? വാട്ട് എന്താണ് പ്രിവെന്റഡ് തടസ്സപ്പെടുത്തിയത് ഗ്രാൻഡ് ഫാദർ മുത്തശ്ശനെ ഫ്രം ടേമിംഗ് ഫ്രം നിന്ന് ടേമിംഗ് ഇണക്കി വളർത്തുന്നതിൽ നിന്ന് ദ മംഗൂസ് കീരിയെ ഇണക്കി വളർത്തുന്നതിൽ നിന്ന് ഗ്രാൻഡ് ഫാദറിനെ തടഞ്ഞ ഘടകം എന്താണ്? ആൻസർ ദ ഗ്രാൻഡ് ഫാദർ ഡിഡ് നോട്ട് ട്രൈ. ഗ്രാൻഡ് ഫാദർ മുത്തശ്ശൻ ഡിഡ് നോട്ട് ട്രൈ ശ്രമിച്ചില്ല ടേമിംഗ് ഇണക്കി വളർത്താൻ ദ മംഗൂസ് കീരിയെ. ബിക്കോസ് കാരണം വൈൽഡ് മംഗൂസ് വന്യനായ മംഗൂസാണ് were more useful വളരെ ഉപകാരപ്രദം than a domesticated one ഇണക്കി വളർത്തുന്ന കീരിയേക്കാളും ഏറ്റവും ഉപകാരപ്രദം ഈ വന്യ സ്വഭാവമുള്ള മംഗൂസാണ് എന്ന് മുത്തശ്ശന് അറിയാമായിരുന്നു. 16th question. Why would grandmother forgive the mongoose for stealing the eggs? Why എന്തുകൊണ്ടാണ് would grandmother മുത്തശ്ശി forgive മാപ്പ് കൊടുക്കാറുള്ളത് ദ മംഗൂസിന് ഈ കീരിക്ക് സ്റ്റീലിംഗ് ദ എഗ്സ് കോഴിമുട്ട മോഷ്ടിക്കുന്നതിന് മുത്തശ്ശി പലപ്പോഴും കീരിക്ക് മാപ്പ് കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? ഗ്രാൻഡ് മദർ മാപ്പ് നൽകി ദ മംഗൂസ് കീരിക്ക് ഫോർ സ്റ്റീലിംഗ് മോഷ്ടിക്കുന്നതിൽ ദ എഗ്സ് കോഴിമുട്ടകൾ. ബിക്കോസ് കാരണം ഇറ്റ് കെപ്റ്റ് ദ സ്നാക്സ്. ഇറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മംഗൂസ് കാത്തു സൂക്ഷിച്ചു. ദ സ്നാക്സ് ഈ കീരി കാത്തു സൂക്ഷിച്ചു ദ സ്നാക്സ് പാമ്പുകളെ എവേ ഫ്രം ദ ഹൗസ് വീട്ടിൽ നിന്ന് പാമ്പുകളെ തുരത്തി ഓടിക്കുമായിരുന്നു ഈ മംഗൂസ്. അതുകൊണ്ടാണ് മുത്തശ്ശി മംഗൂസ് ഇടക്ക് കോഴിമുട്ട മോഷ്ടിച്ചു കഴിഞ്ഞാലും അത് മൈൻഡ് ചെയ്യാതിരുന്നത്. 17th question. Who was the new friend of the squirrel? ആര് ആയിരുന്നു the new friend പുതിയ കൂട്ടുകാരൻ of the squirrel? അണ്ണാറക്കണ്ണൻ്റെ പുതിയ കൂട്ടുകാരൻ ആരായിരുന്നു? How did they enjoy their friendship? അവരെങ്ങനെയാണ് അവരുടെ സൗഹൃദം ആസ്വദിച്ചത്? ആൻസർ വൈറ്റ് റാറ്റ് വെളുത്ത എലി ആയിരുന്നു ദ ന്യൂ ഫ്രണ്ട് ഓഫ് ദ സ്ക്വിറൽ. ഈ അണ്ണാറക്കണ്ണൻ്റെ പുതിയ കൂട്ടുകാരൻ ഈ വെളുത്തെലിയായിരുന്നു. ദ സ്ക്വിറൽ അണ്ണാറക്കണ്ണൻ ആൻഡ് ദ വൈറ്റ് റാറ്റ് അതേപോലെ തന്നെ വെളുത്ത എലിയും വുഡ് ഗോ ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്രേസൽ വെർബാണ്. നമ്മൾ അത് പഠിക്കണം. ഗോ ഓഫ് എന്ന് പറഞ്ഞാൽ ക്വിറ്റ് ആൻഡ് ഡിപ്പാർട്ട് ലീവ്. വുഡ് ഗോ ഓഫ് അവർ പോകാറുണ്ട് ടുഗെദർ ഒരുമിച്ച് ഓൺ ലിറ്റിൽ എക്സ്കേഷൻസ് ചെറിയ ചില യാത്രകളൊക്കെ എക്സ്കേഷൻസുകളൊക്കെ നടത്താറുണ്ട് എമംഗ് ദ ബ്രാഞ്ചസ് ആ മരച്ചില്ലുകൾക്കിടയിലൂടെ. അങ്ങനെയാണ് അവരുടെ ഫ്രണ്ട്ഷിപ്പ് അവർ ആസ്വദിച്ചത്. 18th question. How did the boy come to know that the squirrel was building a nest? എങ്ങനെയാണ് did the boy come to know ആ കുട്ടി come to know അറിയാൻ ഇടവന്നത് that അത് the squirrel was building a nest? ഈ അണ്ണാറക്കണ്ണൻ ഒരു കൂടുണ്ടാക്കുന്നുണ്ട് എങ്ങനെ അതറിയാൻ ഈ കുട്ടിക്ക് കാരണമായ ഘടകങ്ങൾ എന്തൊക്കെയാണ്? when the boy went indoor അപ്പോൾ the boy ഈ കുട്ടി went പോയപ്പോൾ indoor വീട്ടിൻ്റെ അകത്ത് പോയി and changed his clothes അവൻ്റെ ഡ്രസ്സ് മാറുമ്പോൾ he found അവന് കണ്ടെത്തി straw and grass വൈക്കോലും and grass കുറച്ച് പുൽക്കൊടികളും falling out അവൻ്റെ പോക്കറ്റിൽ നിന്ന് പുറത്തേക്ക് വീഴുന്നത്. so he came to know അതുകൊണ്ട് he came to know അവൻ അറിയാനിടയായി അറിയാനിടയായി that the squirrel അണ്ണാറക്കണ്ണൻ was building ഉണ്ടാക്കുകയായിരുന്നു a nest ഒരു കൂട്. അപ്പോഴാണ് തിരിച്ചറിഞ്ഞത്. 19th question. What was the wonder that the nature had kept for them in the nest? എന്ത് അത്ഭുതമായിരുന്നു
that the nature had kept, പ്രകൃതി had kept സൂക്ഷിച്ചത്, for them in the nest, അവർക്ക് വേണ്ടി ആ ഒരു കൂട്ടിൽ എന്ത് അത്ഭുതമാണ് സൂക്ഷിച്ചിരുന്നത്. ആൻസർ 3 white baby squirrels, 3 വെളുത്ത അണ്ണാറക്കണ്ണനെയായിരുന്നു ആ പ്രകൃതി അവർക്ക് വേണ്ടി സർപ്രൈസ് ആക്കി സൂക്ഷിച്ചു വെച്ചിരുന്നത്. ഇതാണ് ഇത്രയുമാണ് 19 ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നമ്മളിപ്പോൾ മലയാളത്തിൽ അതിൻ്റെ അർത്ഥം പറഞ്ഞത്. നമുക്ക് അടുത്ത വീഡിയോയിൽ ബാക്കിയുള്ള ആക്ടിവിറ്റീസിൻ്റെ അർത്ഥം കൂടി നമുക്ക് പറയാം. ഇതിൽ പറഞ്ഞുള്ള ഓരോ അർത്ഥങ്ങളും നിങ്ങൾ നോട്ട്ബുക്കിൽ നോട്ട് ചെയ്ത് ഈ ക്വസ്റ്റ്യൻ ആൻസർ വായിക്കാൻ വേണ്ടി ശ്രമിക്കുക. മലയാളത്തിൽ തന്നെ ഇതുപോലെ അർത്ഥം പറഞ്ഞ് പഠിക്കാനും ശ്രമിക്കാം. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിലൂടെ ബാക്കിയുള്ള ഭാഗങ്ങളുമായി കാണാവുന്നതാണ്. ഓക്കെ, ബൈ.